നമസ്കാരം. ജീവൻ ടി വിയിലെ മാന്യ പ്രേക്ഷകർക്ക് MLA.com എന്ന പരിപാടിയിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയ മന്ത്രിസഭയിൽ കുറേ യുവനിര MLA മാരുണ്ട്. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു യുവ നേതാവാണ് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത്. കോഴിക്കോട് സൗത്തിൽ നിന്നും വിജയിച്ചെത്തിയ ശ്രീ ഫൈസൽ ബാബു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്തു. നമസ്കാരം. നമസ്കാരം സാറേ. അപ്പോൾ ആദ്യമേ ചെന്ന് ചോദിക്കട്ടെ, കോഴിക്കോട് സൗത്ത് എന്ന വളരെ വിപുലമായൊരു മണ്ഡലത്തിൽ ഒരു യുവ നേതാവിന് കിട്ടിയൊരു വിജയം എങ്ങനെയായിരുന്നു ഇത്? അതീവ ആഹ്ലാദത്തോടെയും സന്തോഷത്തോടെയും അഭിമാനത്തോടെയാണ് കോഴിക്കോടിൻ്റെ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ ഫ്ലോറിലൊക്കെ ഇരിക്കുന്നത്. ഒരു അർബൻ കമ്മ്യൂണിറ്റിയാണ് കോഴിക്കോട് സൗത്ത് എന്ന് പറയുന്നത്. എന്നാൽ അതോടൊപ്പം ഒരു അർബൻ കമ്മ്യൂണിറ്റിയിലെ എലീറ്റ് ക്ലാസ് മാത്രമല്ല, അതിലെ ഭൂരിഭാഗവും സാധാരണ മനുഷ്യരാണ്. പക്ഷേ ഒരു അർബൻ ഇൻഫ്രാസ്ട്രക്ചറാണ് അവിടെ ഉള്ളത്. പക്ഷെ ജനങ്ങളുടെ ജീവിത നിലവാരവും അവരുടെ ആവശ്യങ്ങളും അവരുടെ ബേസിക് നീഡ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് സാധാരണ മനുഷ്യർ എന്തൊക്കെയാണോ തേടുന്നത്, എന്തൊക്കെയാണോ ആഗ്രഹിക്കുന്നത്, അതൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി അവിടെ ഉണ്ട്. എന്നാൽ അതോടൊപ്പം കേരളത്തിലെ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് സിറ്റിയാണ് കാലിക്കറ്റ് സിറ്റി എന്ന് പറയുന്നത്. ആ ഒരു കാലിക്കറ്റ് സിറ്റിയുടെ ഒരു ലെവൽ നെക്സ്റ്റ്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിലും അതാണ് പറഞ്ഞത്, ഒരു ലെവൽ നെക്സ്റ്റ്. അപ്പോൾ പുതിയുഗ യാത്രയിൽ നിന്ന് പുതിയുഗ കേരളത്തെ സ്വപ്നം കാണുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുമ്പോൾ ഞാൻ കോഴിക്കോട് നിൽക്കുമ്പോൾ എനിക്കും പുതിയതൊന്നും പറയാനില്ല. ന്യൂ ഏജ് കാലിക്കറ്റ്, പുതുയുഗ കോഴിക്കോട്, ന്യൂ കാലിക്കറ്റ്. ഈ കേരളത്തിലെ പ്രമുഖമായ 3 സിറ്റികളിലെ പ്രധാനപ്പെട്ടാണ് തലസ്ഥാനം തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്. ഈ കോഴിക്കോട് സിറ്റിക്കകത്തുള്ള പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായിട്ട് കൂടിയും കുറേ വികസന കാഴ്ചപ്പാട് അവിടെ അങ്ങേക്ക് വെക്കേണ്ടി വന്നു. അതെന്തുകൊണ്ടാണ്? അതൊരു ദുഃഖകരമായ ഒരു സാഹചര്യമാണ് സാജൻ. ഇറ്റ്സ് എ റൈറ്റ് ക്വസ്റ്റ്യൻ. തിരുവനന്തപുരം, കൊച്ചിയും ഒക്കെ സാച്ചുറേറ്റഡ് ആയി ഓൾമോസ്റ്റ്. പക്ഷെ കോഴിക്കോടിന് ഒരു സിറ്റിക്ക് വേണ്ട, ആ സിറ്റിയുടെ പൊട്ടൻഷ്യലിന് വേണ്ടുന്ന ബേസിക് കമ്മ്യൂണിറ്റീസ് പോലും അവിടെ ഇല്ല എന്ന ദുഃഖത്തിലേക്കാണ് ഞാനൊരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അവിടെ വന്നിറങ്ങുന്നത്. അപ്പം നമുക്ക് വളരെ പരിമിതമായ ദിവസമാണ് നമുക്ക് ക്യാമ്പയിന് കിട്ടിയത്. ആ ദിവസത്തിനകത്ത് ഒരു ഫസ്റ്റ് ഒരു 3 to 5 days ഞാൻ അവിടുത്തെ ഡാറ്റ ശേഖരിക്കാം. ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ സോൾവ് ചെയ്യേണ്ട ഇഷ്യൂ, സമയമെടുത്ത് ചെയ്യേണ്ട ഇഷ്യൂ, അടുത്ത 5 yearsലേക്ക് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്താണ്, ഒരു കാലിക്കറ്റ് 2040 2035 എന്ന് പറഞ്ഞിട്ടൊരു 10-year ടെനറിൽ നമ്മൾ ഫിനിഷ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ നമ്മൾ വിഷൻ ഡോക്യുമെൻ്റ് ചെയ്യണ്ടായി. അപ്പോൾ ഞാനൊരു വലിയ മെട്രോ ആക്കി ഇതിനെ പരിവർത്തിപ്പിക്കാമെന്ന മട്ടിൽ ആണ് അവിടെ നമ്മളിതിലേക്ക് കടക്കുന്നത്. പക്ഷെ ദുഃഖകരമായൊരു കാര്യം, ഒരു ഗ്രാമപഞ്ചായത്തിൽ, ഒരു റിമോട്ട് ഏരിയയിലെ ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടാവേണ്ടുന്ന ബേസിക് അമ്യൂണിറ്റീസ് പോലും കോഴിക്കോട് ഇല്ല എന്ന ഷോക്കിംഗ് ന്യൂസ് എനിക്ക് അവിടെ നിന്ന് കിട്ടുകയാണ്. അപ്പോൾ നമുക്ക് ഈ രണ്ടിനെയും ഒരേ സമയം ട്രീറ്റ് ചെയ്യണം. ഈ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാന ആവശ്യങ്ങൾക്ക്, ജനങ്ങളുടെ ഡേ ടു ഡേ ലൈഫിനെ അവർക്ക് വേണ്ട കാര്യങ്ങൾ അത് നമുക്ക് തീർക്കേണ്ടതുണ്ട്. അത് ഇൻഫ്രാസ്ട്രക്ചറിൽ തീർക്കേണ്ടതുണ്ട്, വെൽഫെയറിൽ തീർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഈ സിറ്റിയെ നമുക്ക് വേൾഡ് ക്ലാസ് ആയിട്ട് നമുക്ക് പ്ലേസ് ചെയ്യണം. ആ പ്ലേസ് ചെയ്യുന്നതിൻ്റെ എല്ലാ വർക്കും നമുക്ക് മാജിക്കലി, ഡ്രമാറ്റിക്കലി വിത്തിൻ ഷോർട്ട് സ്പാൻ ഓഫ് 5 years നടക്കുമെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ അതിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ, ദീർഘകാല പദ്ധതിയുടെ സ്ട്രോങ് ആയിട്ടുള്ള ഫൗണ്ടേഷൻ ഈ 5 years നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കും. വരാനുള്ള കാലത്ത് ഈ അടിത്തറയിൽ നിന്നുള്ള വികസിപ്പിക്കൽ മാത്രം മതി എന്ന തലത്തിലേക്ക് നമ്മളിതിനെ വിഷൻ ചെയ്തുകൊണ്ട് ഒരു കാര്യവും നമ്മൾ ടെമ്പററി ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യില്ല. കഴിഞ്ഞ പിണറായി സർക്കാരിലെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്നു, അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തതിന് വളരെ ഫാസ്റ്റ് മൂവ്മെൻറ്റ് ചെയ്ത ഒരു മന്ത്രിയെ പരാജയപ്പെടുത്തി അങ്ങേക്ക് എങ്ങനെയാണ് ഈ ഒരു ഡ്രീമിലെത്താൻ കഴിഞ്ഞത്? തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ മത്സരിക്കുന്ന സമയത്ത് നമ്മൾ ക്യാമ്പയിനിൽ ശ്രദ്ധിച്ചൊരു കാര്യം, ഇപ്പം VD സതീശൻ സാറ് രാഷ്ട്രീയത്തിൽ ഒരുപാട് പരമ്പരാഗത ശീലങ്ങളെ അദ്ദേഹം പൊളിച്ചു. ഇപ്പോൾ VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഒപ്പോസിഷൻ ലീഡർ അറ്റ്ലീസ്റ്റ് ലാസ്റ്റ് 5 years അദ്ദേഹം ചെയ്തത് ഒരു റിയാക്റ്റീവ് ഒപ്പോസിഷൻ ലീഡർ. അതാണ് ഇവിടുത്തെ ഒരു നിലവിലുള്ള ഒരു ഒപ്പോസിഷൻ ലീഡർ. പക്ഷെ അദ്ദേഹം ചെയ്തത് പ്രൊആക്റ്റീവ് ഒപ്പോസിഷൻ ലീഡറാവുകയാണ് ചെയ്തത്. അതെങ്ങനെയാണ്? ഇപ്പോൾ ആരോഗ്യമേഖല ശരിയല്ല, നാളെ എല്ലാ ആശുപത്രികളെയും അടച്ചുപൂട്ടി നമുക്ക് എന്ത് ചെയ്യാം,
പന്തം കൊളുത്തി പ്രകടനം നടത്താം. അതാണ് റിയാക്റ്റീവ് മോഡ്. പ്രൊആക്റ്റീവ് മോഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യ മേഖല ശരിയല്ല എന്ന് നമ്മൾ പറയുന്നു. ഇന്ന ശരികേടുകളുണ്ട് എന്ന് നമ്മൾ പറയുകയും ഇതാണ് ശരിയെന്ന് സജസ്റ്റ് ചെയ്യുകയും ആ ശരിയുടെ മുകളിൽ നമ്മൾ പണിയെടുക്കുകയും ചെയ്തു. ഒരുപക്ഷെ പ്രതിപക്ഷത്തിരിക്കെ പഠിക്കാൻ വേണ്ടി പ്രത്യേക കമ്മീഷനും കമ്മിറ്റി ഉണ്ടാക്കിയ ആദ്യത്തെ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ കൾച്ചറും കേരളത്തിലായിരിക്കും. ഒരു ഹെൽത്ത് കോൺക്ലേവ് നടത്തി ആരോഗ്യ മേഖലയിലെ ഏറ്റവും ബെസ്റ്റ് എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് കേരളത്തിൻ്റെ ഒരു ലെവൽ നെക്സ്റ്റിൻ്റെ കേരള മാതൃകയിലേക്കുള്ള ഒരു പദ്ധതികളെ ആവിഷ്കരിച്ചു. ആ സമയത്ത് പിണറായി സർക്കാർ പിണറായി വേർഷൻ 3 എന്ന് പറഞ്ഞിട്ട് അതിനുള്ള എല്ലാ സന്നാഹങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ആ സമയത്താണ് വി.ഡി. പറഞ്ഞത് കേരളം നെക്സ്റ്റ് ടൈം UDF ഭരിക്കും, ഞങ്ങൾ അത് ഉറപ്പിച്ചിട്ടുണ്ട്, ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചുകൊണ്ട് ഞങ്ങളത് ചെയ്യും. പിന്നെ പണിയെടുക്കുക എന്നുള്ളത് ഒരു വെറും കോൺസെപ്റ്റ് അല്ല, ഞങ്ങൾ അതിൻ്റെ ഹോംവർക്ക് ഇപ്പോഴേ തുടങ്ങുകയാണ് എന്ന് പറഞ്ഞു. അവിടുന്നാണ് ഒരു മാസ് ഡയലോഗ് വന്നിട്ടുള്ളത്, അത് അസാധ്യമായാൽ ഞാൻ വനവാസത്തിന് പോകും. 100+ അല്ലെങ്കിൽ 100+ കൂടി ഞങ്ങൾ ഭരിക്കും, ഇല്ലെങ്കിൽ നമ്മൾ വനവാസത്തിന് പോകും എന്ന് പറഞ്ഞാൽ അതൊരു സിനിമയിലൊക്കെ കാണുന്ന ഒരു പഞ്ച് ഡയലോഗല്ല. അത്രമേൽ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. സാജൻ എന്നോട് ചോദിച്ചു, ഒരു ഓപ്പോസിറ്റിൽ ഒരു മിനിസ്റ്റർ നിൽക്കുന്നു, നിങ്ങൾ തുറമുഖ നഗരമാക്കും. ഞാൻ ആദ്യം ചെയ്തത് ഈ ഓപ്പോസിറ്റ് ഇവരെന്താണ്, അദ്ദേഹത്തിൻ്റെ പോർട്ട്ഫോളിയോ എന്തായിരുന്നു, ഈ മണ്ഡലത്തിന് അദ്ദേഹം എന്തൊക്കെ ചെയ്തില്ല, നമുക്ക് ഇനി എന്തൊക്കെ ഇവിടെ ഗ്യാപ്പുകളുണ്ട്, കോഴിക്കോട്ടെ ഒരു കമ്മ്യൂണിറ്റി ഡിമാൻഡ്സ് എന്താണ്, വെൽഫെയറിൽ എന്താണ്, ഇൻഫ്രാസ്ട്രക്ചറിൽ എന്താണ്, മോഡേൺ അതിൻ്റെ അപ്ഡേഷനിൽ എന്താണ്, ഈ 3 മേഖലയിൽ നിന്നുകൊണ്ട് ഒരു ചെറിയ, നമുക്ക് തെരഞ്ഞെടുപ്പ് കാലമാണ്, ഭയങ്കര ഡീപ്പ് സ്റ്റഡിക്കൊന്നും നമുക്ക് പറ്റില്ല. അപ്പം അങ്ങനെ പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു, നമുക്കൊരു എലക്ഷൻ ഞാൻ ഈ പറഞ്ഞ മാതിരി റിയാക്റ്റീവ് മോഡിലും പ്രൊആക്റ്റീവ് മോഡിലും പോകും. എന്താ റിയാക്റ്റീവ് മോഡ്? ഈ എതിർ സ്ഥാനാർത്ഥിയെ അധിക്ഷേപിച്ച് അവരെ കുറ്റപ്പെടുത്തി അവരുടെ രാഷ്ട്രീയത്തെ മുഴുവൻ എക്സ്പോസ് ചെയ്ത് അങ്ങനെ പോകാം. പ്രൊആക്റ്റീവ് മോഡ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർ സ്ഥാനാർത്ഥിയൊക്കെ ജനം കഴിഞ്ഞ 5 കൊല്ലം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടല്ലോ, അതിനിപ്പോൾ ഞാൻ ടീച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആളുകളുടെ മുന്നിൽ ആ റിയാലിറ്റി ഉണ്ട്. എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നത്? അത് ശരിയല്ല, ഇത് ശരിയല്ല, കോഴിക്കോട് അത് നടന്നിട്ടില്ല, ഇത് നടന്നിട്ടില്ല എന്ന് പറയല്ല ഞാൻ വേണ്ടത്. നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നടത്തും, കോഴിക്കോടിന് ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും എന്ന് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു കോർ ഐഡിയ ആയിട്ട് നമ്മൾ പറഞ്ഞൊരു കാര്യം പോർട്ട് സിറ്റിയാണ്. ഈ ലോജിസ്റ്റിക്സ് ഒക്കെ വേൾഡിൽ ഏറ്റവും അത്രമേൽ പ്രാധാന്യത്തോടെ നിൽക്കുന്ന ഒരു കാലത്ത് കോഴിക്കോട് പോലുള്ള ഒരു തീരദേശം ആ ഒരു പൊട്ടൻഷ്യലിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സിറ്റിയാണ്. അപ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ വി.ഡിക്ക് നമ്മൾ ജനകീയ സ്വീകരണം കൊടുത്തു. ഇപ്പോൾ CM പറഞ്ഞത് കേരളം ആസ് എ സിംഗിൾ പോർട്ട് സിറ്റി, കേരളം സംസ്ഥാനം ഒന്നിച്ച് തന്നെ നമ്മളൊരു തുറമുഖ നഗരാക്കാൻ പോവുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബഞ്ച് ഓഫ് ഇത്രയൊരു തീരദേശ ഒരു സ്ഥലമുള്ളൊരു സംസ്ഥാനം തീർച്ചയായിട്ടും എങ്ങനെ പ്രയോജനപ്പെടുത്താൻ കഴിയുന്നൊരു. പിന്നെ നിങ്ങൾ തീരദേശത്ത് സാജൻ ഒന്ന് പോയി പഠിച്ചു നോക്കി, മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ കഷ്ടപ്പാടിലാണ്. അതെ, ഈ സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ ഈ മത്സ്യസമ്പത്തിനെ കോർപ്പറേറ്റുകൾക്ക് എങ്ങനെ ചോർത്തിക്കൊണ്ടുപോകാം എന്ന് ഈ വള്ളങ്ങളിലും ബോട്ടുകളിലും ഈ മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗതമായ സിദ്ധി വെച്ച് അവർ മീൻ പിടിച്ച് അവർ വിൽപ്പന നടത്തി ഉപജീവനം നടത്തുന്ന ഒരു ജീവിത സംസ്കാരമുണ്ട്. നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് അതൊക്കെ. ആ കൾച്ചറിനെ മുഴുവൻ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് കൊമ്പന്മാരെ ഇതിലേക്ക് ഇറക്കിയിട്ട് ഇവരെ മുഴുവൻ തുരത്തി ഓടിച്ച് ഇതൊക്കെ എങ്ങനെ കടലൊക്കെ എങ്ങനെ വിൽക്കാം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ്റൊക്കെ നമ്മളെ മുന്നിലുണ്ട്. അതിനനുസൃതമായി ആ പോളിസിക്ക് അനുസൃതമായി ഒപ്പം നിന്ന് കൊടുക്കുന്ന ഒരു ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷം ഇവിടെ ഉണ്ടായിരുന്നു. തീരദേശത്ത് എത്ര സമരങ്ങൾ നടന്നു, ഞാനൊക്കെ ആ സമരത്തിൽ പങ്കെടുത്തിട്ട്. ചേർത്ത് പിടിക്കും നമ്മൾ, കടലിൻ്റെ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കും, തീരദേശത്തെ മനുഷ്യരെ ചേർത്ത് പിടിക്കും. ഈ പോർട്ട് സിറ്റി വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോർപ്പറേറ്റുകൾക്കുള്ള ഓപ്പർച്യൂണിറ്റി അല്ല. ഇപ്പോൾ തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിത നിലവാരം കൂട്ടലായിരിക്കും നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി.